ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ ഭൂകമ്പങ്ങൾ നമ്മുടെ സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 18ഓളം വരുന്ന പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ AMMA എന്ന് പറയുന്ന ആ സംഘടന തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്. എൻ്റെ വീഡിയോകളുടെ ടൈറ്റിലുകളിലുമൊക്കെ നിങ്ങൾക്കത് കാണാം. അപ്പോൾ ആ സംഘടനയിലെ ഭാരവാഹികൾ ഒന്നടങ്കം തന്നെ രാജിവെച്ച് ഓടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ ഈ വാർത്തയെ നമ്മളൊന്ന് വിശകലനം ചെയ്യാണ് ഇവിടെ. ഈ വാർത്തയിൽ മിക്ക മാധ്യമങ്ങളും ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച്, അതായത് ഈ സിനിമാ രംഗത്തുള്ള ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുടെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, അല്ലെങ്കിൽ തങ്ങൾ കൂടി നന്നായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവർ ധാർമ്മികത കൊണ്ട് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചിലർ പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ, അല്ല പേടിച്ച് കണ്ടം വഴി ഓടിയതാണ് എന്നാണ് നമ്മുടെ ചില ദൃശ്യമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാലോ ഈ താരങ്ങൾ എന്ന് പറഞ്ഞാൽ മോഹൻലാലൊക്കെ വേണമെങ്കിൽ ഒരു 10-25 പേരെയൊക്കെ ഇടിച്ചിടുകയും എല്ലാ തിന്മകൾക്കുമെതിരെ തിരശ്ശീലയിൽ പോരാടുകയും ഒക്കെ ചെയ്ത ആളുകളാണ് എന്നുള്ളത് നമുക്കറിയാം. മമ്മൂട്ടിയും അതുപോലെയുള്ള ആളുകളാണ്. അദ്ദേഹം പക്ഷേ ഈ ഭാരവാഹിത്വത്തിലില്ല. പക്ഷേ ഇവരൊന്നും സോഷ്യൽ മീഡിയ പോലും അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇവർ ഓടിയതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം ഈ പറയുന്ന മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചില ഈ പറയുന്ന പ്രോ അമ്മ യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മയെ കൊണ്ട് ജീവിക്കുന്ന കുറച്ച് യൂട്യൂബ് ചാനലുകൾ, അവരൊന്നും പറയുന്നതല്ല ഇതിൻ്റെ ഇപ്പോൾ യാഥാർത്ഥ്യം. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇവരൊരു 2 മാസത്തേക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും കുഴിയിലോ കുണ്ടിലോ ഒക്കെ ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചിട്ട് ഇവരിവിടെ ഈ മാധ്യമങ്ങളുടെയൊക്കെ ഒരു വിചാരണയും ഈ പറയുന്ന പുതിയ ആളുകളുടെ, അതായത് ഈ പീഡനം അനുഭവിച്ച പെൺകുട്ടികളൊക്കെ വന്ന് വെളിപ്പെടുത്തലുകളുമൊക്കെ ഒന്ന് അവസാനിച്ച് ഒന്ന് ശാന്തമാകുമ്പോൾ ഇവർ തിരിച്ചു വരാം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. കാരണം അതുവരെ AMMയുടെ ഭാരവാഹികളായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ജോലിയാണ്. അവരെല്ലാവരും തന്നെ രാജിവെച്ചു എന്നാണ് നമ്മളത് കേട്ടിരുന്നത്. പക്ഷെ അതിലൊരു ഏതാണ്ട് 4 പേർ, ഇപ്പോൾ ടൊബീനോ, അതുപോലെ തന്നെ വിനു മോഹൻ, പിന്നെ അനന്യ, സരയു മോഹൻ, ഇവരൊന്നും രാജിവെച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ അനന്യൊക്കെ ഞാൻ രാജിവെച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ സരയു മാത്രമാണ് ഞാൻ ഇതുവരെ രാജിവെച്ചിട്ടില്ല, എനിക്കിതിൽ കൂടുതൽ നിന്ന് വീണ്ടും പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത, ഇപ്പോൾ AMMയുടെ ഭാരവാഹിയായിട്ടുള്ള അതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന 94 രൂപീകരിക്കപ്പെട്ട ഈ സംഘടനയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന മോഹൻലാലിന് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ അഭിമുഖീകരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, നമ്മുടെ സിദ്ദിഖിനായിട്ട് ആളുകളൊക്കെ പത്രക്കാരൊക്കെ ഇട്ട് വറുത്ത് കോരിയതുപോലെ മോഹൻലാലിനായിട്ട് വറുത്ത് കോരും എന്നുള്ളതാണ് ഒരു കാര്യം. ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്, ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത്, മോഹൻലാൽ പത്രസമ്മേളനം നടത്തിയാൽ ഒരു ചോദ്യമുണ്ടാവും. ആ ചോദ്യമാണ് ഇവരെ ഏറ്റവും കൂടുതൽ പിടിച്ചുലക്കാൻ പോകുന്നത്. അതായത് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടണമോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ടാകും. അതായത് പൂർണ്ണമായും തന്നെ പുറത്ത് വിടണോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ടാകും. അപ്പോൾ അങ്ങനെ പുറത്ത് വിടണോ എന്ന് പറയുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നില്ലെങ്കിൽ പുറത്ത് വിടണം എന്നിവർ ആവശ്യപ്പെടണം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഇതിന്മേൽ നടപടിയെടുക്കണമെന്ന് മോഹൻലാൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടേണ്ടി വരും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പം തന്നെ നാട്ടിൽ ഈ ഗവൺമെൻറ്റുകൾ നടപടിയെടുക്കാത്തത് എന്ത് എന്ന് പറയുന്ന വലിയൊരു ചോദ്യവും ഗവൺമെൻറ്റിൻ്റെ ആകെ ചീത്തപ്പേരായിട്ട് നിൽക്കുകയാണ്. മുകേഷയൊക്കെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ആളുകളൊക്കെ സ്നേഹിക്കുകയും നല്ല സ്വാധീനം ഉണ്ടാവുകയും ചെയ്യുന്ന മോഹൻലാലിനെ പോലൊരാൾ വന്ന് AMMയുടെ പ്രതിനിധി എന്നുള്ള നിലക്ക് ഇതിൻ്റെ പുറത്ത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് തന്നെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ഗവൺമെൻറ്റിൻ്റെ പുറത്ത് വലിയ പ്രഷറാവും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇവരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾ അന്വേഷണം ആവശ്യപ്പെടരുത്, അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് കൊടുത്താലുള്ള വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ അതിൻ്റെ തുടക്കവാചകത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളും അതുപോലെ ചന്ദ്രനും ഒക്കെ ഉണ്ട്. പക്ഷെ അടുത്ത് കഴിയുമ്പോൾ അവരൊന്നും നക്ഷത്രങ്ങളും ചന്ദ്രനുമല്ല എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നതെന്ന് മാത്രമല്ല, ഹേമ കമ്മിറ്റിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആക്ടിങ് സ്കിൽസിന് വളരെയധികം പ്രശംസിക്കപ്പെട്ട ചില നടന്മാർ, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ വലിയ താല്പര്യത്തോടെ സ്നേഹിക്കുന്ന നടന്മാർ, ആ നടന്മാരുടെ ഭാഗത്തു നിന്നും ചില തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന, വലിയ തെറ്റുകൾ, ഗുരുതരമായ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന പരാമർശം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ തങ്ങൾക്കെതിരെ തന്നെ ഒരു അന്വേഷണം വരാവുന്ന അവസ്ഥകളുമൊക്കെ ഇതിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മോഹൻലാലോ വന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയോ വേണ്ടി വന്നാൽ
ഇത് കൃത്യമായി ഇങ്ങനൊരു അന്വേഷണത്തിന് അവർ ആവശ്യപ്പെടേണ്ടി വരും ഏറ്റവും കുറഞ്ഞ പക്ഷം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തുവിടുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി അതിൽ സ്വകാര്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പുറത്തുവിടാതിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ ഈ പ്രതികളായിട്ടുള്ള കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റില്ല. അപ്പോൾ അത് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടേണ്ടി വരും. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇതിൻ്റെ പുറത്ത് ഒരു അന്വേഷണം നടത്തണമെന്നെങ്കിലും ഒരു ആവശ്യപ്പെടേണ്ടി വരും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഇപ്പം തന്നെ വലിയ സമ്മർദ്ദത്തിലായി രഞ്ജിത്തിൻ്റെ രാജി ചോദിച്ചു വാങ്ങേണ്ടി വന്ന CPM-നും അതുപോലെ തന്നെ പിണറായി വിജയൻ ഗവൺമെൻറ്റിനുമൊക്കെ തന്നെ അത് വലിയൊരു തിരിച്ചടിയായി മാറുമെന്നും അപ്പോൾ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ കൂടി നിങ്ങൾ പാര വെക്കരുത് എന്നും ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാനാണ് ഇത്രയും നാൾ ശ്രമിച്ചത് എന്നും കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാൾ ഈ 72-73 വയസ്സിൽ പോലും ഇനി നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും വന്ന് പത്രക്കാരുടെ മുമ്പിലേക്ക് ഒരു അഭിപ്രായവും പറയാത്തത്. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. ഇതൊരു തന്ത്രം മാത്രമാണ്. താൽക്കാലികമായി അവരെല്ലാവരും ഇത് വിട്ടിട്ട് ഓടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കൂടി ഞാൻ നിങ്ങളോട് പറയാം. അതിൽ ഇതിൻ്റെ ഏതെങ്കിലും ഈ 2 മാസത്തിനകം 21 ദിവസത്തെ നോട്ടീസ് കൊടുത്തുകൊണ്ട് ജനറൽ ബോഡി കൂടണം. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇപ്പം തന്നെ ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇവരിപ്പോൾ ചെയ്യാൻ തുടങ്ങില്ല. ഈ 2 മാസം ഇവർ നോക്കും, മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരുന്ന് നോക്കും മോഹൻലാലും കൂട്ടരുമൊക്കെ. എന്നിട്ട് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും തിരിച്ചു വരും. കാരണം ഇവർക്ക് ഇതങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾ കൊണ്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് 1000 കോടി രൂപയാണ്. ഈ 1000 കോടി രൂപയിൽ ഏതാണ്ട് 650-700 കോടി രൂപയും ഈ 5, 6, 7 വരുന്ന നടന്മാർ പങ്കിട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കോടികൾ വാരുന്ന ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് കോടികൾ വാരുകയും ആ കോടികൾ വാരുന്ന ആളുകൾ അവരിൽ നിന്നുള്ള നക്കാപ്പിച്ച്, അതായത് കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ 125 പേർക്ക് 5000 രൂപ വീതം പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളത് ഒരു ഉയർത്തി കാണിക്കുകയും ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മാക്സിമം വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 70 ലക്ഷം രൂപ മാത്രം വേണ്ടി വരുന്ന, അല്ലെങ്കിൽ 55-60 ലക്ഷം രൂപ വേണ്ടി വരുന്ന ഒരു പെൻഷൻ പദ്ധതി. ആ പെൻഷൻ പദ്ധതി ഉയർത്തി കാണിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും ടേക്ക് കെയർ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവരെ എല്ലാവരെയും അടക്കി നിർത്താനും ഇത്തരത്തിൽ ചില സൗകര്യങ്ങൾ കിട്ടാനും വേണ്ടിയിട്ടും പെൻഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും അവരിവരെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ കൊള്ളരുതായ്മകളൊന്നും പുറത്തു പറയില്ല. ഒന്ന്. ഇനി രണ്ടാമത്, മറ്റുള്ള താരങ്ങൾക്കും പുറത്തു പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ സെറ്റപ്പ് അനുസരിച്ച് ഈ നായകരായിട്ടുള്ള താരങ്ങളാണ് മറ്റ് സഹതാരങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സഹതാരങ്ങൾക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഇവരുടെ ഒരു അപ്രീതിക്കോ പാത്രമായാൽ ജോലി കിട്ടില്ല, ഒരു സിനിമയിലും അവസരം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ജീവിച്ചു വരുന്ന ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തണമെങ്കിൽ തന്നെ ഒരുപാട് കാശ് വേണം. ഇവരൊന്നും സാധാരണക്കാരായി ജീവിക്കുന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് മേക്കപ്പ് ചെയ്യണമെങ്കിൽ, ഇവരുടെ ഷർട്ട് മേടിക്കണമെങ്കിൽ, ഇവർക്ക് വലിയ കാർ മേടിക്കണമെങ്കിൽ കാശ് വേണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അടിമകളുടെ കൂട്ടമായതിനെ നിലനിർത്താൻ ചെയ്യുന്ന ഒരു കാര്യം സിനിമയിലെ അവസരങ്ങളാണെങ്കിൽ, രണ്ടാമത്തെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷൻ സ്കീം എന്ന് പറയുന്ന പരിപാടി. ഇതൊക്കെ ഗവൺമെൻറ് ഈ പോക്കൃത്തരത്തിനൊന്നും കൂട്ടുനിൽക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 220ഓളം സിനിമകളാണ് കേരളത്തിൽ ഒരു കൊല്ലം ഇറങ്ങുന്നത്. ആ 220ഓളം സിനിമകളുടെ രജിസ്ട്രേഷന് വേണ്ടി 1 ലക്ഷം രൂപയോ 50,000 രൂപയോ വെച്ച് മേടിച്ചാൽ പോലും, 1 ലക്ഷം രൂപ വെച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഈ പറയുന്ന ഇതിന് 70 ലക്ഷം രൂപ പോകുന്നെങ്കിൽ അതിൻ്റെ 5 ഇരട്ടി കാശ് ഈ അവരുടെ ഒരു ക്ഷേമനിധിയിലേക്ക് കിട്ടും. വേണമെങ്കിൽ 5000 രൂപ പെൻഷന് പകരം 10,000 രൂപ കൈനീട്ടം എല്ലാ മാസവും കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരിപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഈ കമ്മിറ്റി തന്നെ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ആയിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ മോഹൻലാലും ഈ പറയുന്ന മറ്റേ സിദ്ദിഖും അതുപോലെ തന്നെ ഇടവേള ബാബുവും പിന്നെ നമ്മുടെ ബാബുരാജിനെ പോലെയുള്ള ആളുകളൊന്നും മാറിയിട്ടില്ല. അവരെല്ലാം സത്യത്തിൽ ഇപ്പോൾ അഡ്ഹോക്ക് കമ്മിറ്റിയെ അവർ തന്നെ നിലവിലിരിക്കുന്നു. പക്ഷേ രാജിവെച്ചു എന്ന് പറയുന്നത് കൊണ്ടുള്ള സൗകര്യം എന്ന് പറയുന്നത് ഒരു പത്രക്കാരനെയും ഒരു മീഡിയകളെയും ഇനി ഫേസ് ചെയ്യേണ്ട. കാരണം ഞങ്ങൾക്ക് ഒരു സംഘടനയുടെ ഉത്തരവാദിത്തമില്ല, ഞങ്ങൾ വ്യക്തികളായി നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ആ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മാധ്യമവും പറയാത്തതുകൊണ്ടാണ് ഞാനിതിവിടെ ഒന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ കാര്യം, ഈ വരുന്ന സെപ്റ്റംബർ 10-ാം തീയതി ഈ കോടതിയിലേക്ക് മുദ്രവച്ച കവറിൽ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കാൻ പറയുമ്പോൾ ഇപ്പം നമുക്കും മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയേക്കണം. ഇപ്പം എൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന 233 പേജുള്ള റിപ്പോർട്ടല്ല, പകരം 295 പേജുള്ള മുഴുവൻ റിപ്പോർട്ട് കൊടുക്കണം.
മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ഏതാണ്ട് 50ഓളം ഖണ്ഡികകൾ പോലും പാരഗ്രാഫുകൾ പോലും വെട്ടിമാറ്റിക്കൊണ്ടാണ് അത് കൊടുത്തതെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ്. പക്ഷേ ഗവൺമെൻറ്റിന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മുദ്രവെച്ച കവറിൽ ഈ പറയുന്ന രേഖകളെല്ലാം തന്നെ കോടതിയിലേക്ക് ഹാജരാക്കണം. ആ കോടതിയിലേക്ക് ഹാജരാക്കുമ്പോൾ അതിൻ്റെ 400ഓളം പേജ് വരുന്ന അനുബന്ധങ്ങൾ ഹാജരാക്കുമ്പോൾ ഏതാണ്ട് 50ലധികം വരുന്ന ആളുകൾ വന്ന മൊഴികളും അവരുടെ കൂട്ടത്തിലുള്ള എവിഡൻസുകളും എല്ലാം ഹാജരാക്കുമ്പോൾ കൃത്യമായി ഇതിൽ ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് നടത്തിയിരിക്കുന്നത്. അവരുടെ മൊഴികളെടുത്തേക്കുന്ന ക്യാമറയിലാണ്. അവർ ചില വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും എല്ലാം അടക്കം നിരവധി തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ തെളിവുകൾ കൂടി അനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ കൺക്ലൂഷനിലേക്ക് എത്തിയേക്കുന്നത്. ആ കൺക്ലൂഷനിൽ ഒരു ഈ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പെൺകുട്ടിക്ക് വന്ന് കയറണമെങ്കിൽ പോലും എൻട്രിയായി ചോദിക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് സെക്ഷൽ ഫേവറാണ്. അവരുടെ ശാരീരികമായി ഇവർക്കൊക്കെയുള്ള ലൈംഗിക തൃഷ്ണയ്ക്ക് വേണ്ടി അവർ കിടന്നു കൊടുക്കണമെന്നുള്ളതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചേക്കണം. ആ റിപ്പോർട്ട് കോടതിയിലേക്ക് വിളിപ്പിക്കുമ്പോൾ കോടതിയിൽ നിന്ന് ഇതിൻ്റെ പുറത്ത് വലിയ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നമ്മളിതേവരെ കണ്ടിട്ടുള്ള അനീതികൾക്കെതിരെയൊക്കെ പോരാടുന്ന നന്മകളുടെ വിളനിലമായിട്ടുള്ള പല താരങ്ങൾക്കും വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഇവരിപ്പോൾ മരത്തിൻ്റെ സൈഡിൽ ഒളിച്ചു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന്. അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, തൽക്കാലം പത്രക്കാരുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാതിരിക്കാൻ ഒന്ന്. രണ്ടാമത്തത് ഈ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഇതിന് പുറത്ത് അന്വേഷണം നടത്തണമെന്ന് പറയാതിരിക്കാൻ ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളത് ആവശ്യപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പോലും വലിയ ഡേഞ്ചർ ആകും എന്നുള്ളതുകൊണ്ട്. നാലാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ പറയുന്ന കോടതി നടപടികൾ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഇവർക്കുള്ളത് കൊണ്ട് സ്വാധീനിക്കാനൊക്കെ പല ശ്രമങ്ങൾ നടത്തുമെങ്കിലും അതൊക്കെ സാധ്യമാകുമോ എന്നറിയാത്തത് കൊണ്ട് ഇവർ മുഹമ്മദ് മുഷ്താഖിൻ്റെ അദ്ദേഹം മാറിയിട്ട് ഇപ്പോൾ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും, മിക്കവാറും പുതിയ ആളായിരിക്കും ഇതിൽ ഈ ഹർജി പരിഗണിക്കുകയും ഈ വിവരങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തു കൂടി ഒരു ഉത്കണ്ഠയുള്ളത് കൊണ്ടാണ് ഇവർ ഇതിൻ്റെ പുറത്ത് മൗനമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഈ കമ്മിറ്റി തന്നെ ഡിസോൾവ് ചെയ്യാൻ നിരവധി അഡ്വക്കേറ്റ്സുമായിട്ടൊക്കെ ആലോചിച്ചു കൊണ്ടുപോലും പൊളിറ്റീഷ്യൻസുമായി ആലോചിച്ചു കൊണ്ടുപോലും മോഹൻലാലും കൂട്ടരും തീരുമാനമെടുത്തിട്ടുള്ളത്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് മോഹൻലാലിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനോ അല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ഇല്ലാതെ വളരെ ശാന്തമായിട്ടിരിക്കാനോ ഒന്നും ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ സരയു മോഹനൊക്കെ വന്ന് പറയുന്ന കമൻറ്റുകളൊക്കെ ഇവർ അനന്യയൊക്കെ വന്ന് പറയുന്നതൊക്കെ ഇവർ പറഞ്ഞു പറയിപ്പിക്കുന്ന കമൻറ്റുകളാണ്. യാഥാർത്ഥ്യം ഇതാണ്. ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആർക്കും ഇത് മനസ്സിലാവും. ഇതാണ് അതിൻ്റെ നാലാമത്തെ കാര്യമെങ്കിൽ ഇനി അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുള്ളത്, ഈ പറയുന്ന വെളിപ്പെടുത്തലുകളിൽ പലതും ചിലപ്പോൾ തങ്ങൾക്ക് നേരെ കൂടി വന്നേക്കാം എന്ന് പറയുന്ന ഒരു വലിയ ഭയം ഈ സിനിമാ രംഗത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കുമുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾക്കുള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഏതെങ്കിലും ഒരു പുതിയ ആളുകളെ, ആ പുതിയ പലരെയും ഇവർ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥലത്ത് നിന്ന് സിദ്ദിഖിനെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ 2-3 പേരെ ആരോപണമുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ വെച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ പോരെന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ ബൈജു പോലും, അതായത് നമ്മുടെ പ്രിയങ്കരനായ നടൻ ബൈജു പോലും ഞാനാണെങ്കിൽ രാജിവെക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ പറയാതെ ഇപ്പം തൽക്കാലം ഒരാളെ പിടിച്ച്, അതായത് വേറെ ആരെങ്കിലും പിടിച്ച് ഇവരുടെ ആറ്റാനുവർത്തിയായിട്ടുള്ള ഇവർക്ക് റാൻ മൂളുന്ന ആരെങ്കിലും പിടിച്ച് ഈ പറയുന്ന സെക്രട്ടറി ആയിട്ടോ പുതിയ ഭാരവാഹികളായിട്ടോ വെക്കാമെന്ന് തീരുമാനിച്ചാൽ പോലും അത്തരത്തിലുള്ള ആളുകൾക്കെതിരെയും വ്യാപകമായ തോതിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അത് കൂടുതൽ നാണം കെടുമെന്നും ഒരു സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ അത് കൂടുതൽ ഗൗരവമായി കേരളം ചർച്ച ചെയ്യുമെന്നും അങ്ങനെ ഭാരവാഹികളെ വീണ്ടും പുറത്താക്കണോ വേണ്ടെന്നൊക്കെയുള്ള ചർച്ചകൾക്ക് മോഹൻലാൽ എന്ന് പറയുന്ന പ്രസിഡൻറ്റും സെക്രട്ടറിയും ഭാരവാഹികളും ഒക്കെ നിന്നുകൊടുക്കേണ്ടി വരുമെന്നും അപ്പോൾ പല വായിൽ നിന്ന് പല അബദ്ധങ്ങളൊക്കെ വരുമെന്നും അറിയാവുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഓപ്ഷനും നിലവിലില്ലാത്തത് കൊണ്ടാണ് AMMA എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്നും ആളുകൾ കൂട്ടത്തോടു കൂടി കണ്ടം വഴി ഓടിയത്. ഇത് വെറും തന്ത്രം മാത്രമാണ്. കാരണം ഇവർക്ക് ആർക്കും ഓടാൻ കഴിയില്ല. 1000 കോടി രൂപയുടെ വരുമാനം ഇതിനകത്തേക്ക് വരും. അതിൽ 650 കോടി രൂപയും അടിച്ചു മാറ്റുന്നത് ഇവരാണ്. അതിൽ 1000 കോടി രൂപയും വരുന്നതിൻ്റെ പിന്നിൽ തന്നെ ചില രഹസ്യങ്ങളുണ്ട്. കാരണം
ഒരു 200-220 സിനിമകൾ ഒരു കൊല്ലം ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് 10-20 സിനിമകളാണ് മാക്സിമം വിജയിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള സിനിമകൾ എന്തുകൊണ്ട് എടുക്കപ്പെടുന്നു എന്നന്വേഷിച്ചാൽ കള്ളപ്പണത്തിൻ്റെ വരവും മറ്റു പല ഡ്രഗ്സും അതുപോലെ അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അടക്കമുള്ള ഞെട്ടിക്കുന്ന പല ഇൻഫർമേഷൻസും ഉണ്ട്. കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് മലയാള സിനിമയിലേക്ക് കൂടുതലായതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ഒരു തിയേറ്ററിൽ 15 ദിവസം പോലും ഓടാത്ത, ചില 25 ദിവസം പോലും ഓടാത്ത ചില പടങ്ങൾ പോലും വലിയ വിജയമായി ആളുകൾ കണക്കൂട്ടുന്നതും ആഴ്ചയിൽ തിയേറ്ററിൽ വന്ന് കേക്ക് മുറിക്കുന്നതുമൊക്കെ ഈ കണക്കിൽ ഇത് വലിയ ലാഭമാണെന്ന് കാണിക്കുകയും അങ്ങനെ കള്ളപ്പണം വൈറ്റ് മണി ആക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളുള്ളതുകൊണ്ടാണ് അതിൻ്റെ വലിയ ഏജൻറ്റുമാരാണ് പലപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന വലിയ മുഖങ്ങളും നമ്മളൊക്കെ വലിയ സ്റ്റാർ താരങ്ങൾ എന്നൊക്കെ ഇട്ട് മനസ്സിലാക്കുകയും നന്മകളുടെ വിളനിലമാണെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്നവർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകാത്തതാണ്. ഞാനിതിൻ്റെ കുറച്ചുകൂടിയുള്ള ഡീറ്റെയിൽസുകളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. തൽക്കാലം നിങ്ങളോട് ഈ AMMA എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ ഭാരവാഹികളില്ലാത്ത എന്നാൽ അവർ തന്നെ ഭാരവാഹിത്വം വഹിക്കുന്നവരായി നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള ടെക്നിക് തന്ത്രം ഇതാണ്.